നമസ്കാരം, റിയൽ ടെസ്റ്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഏറെ വ്യത്യസ്തമായ ഒരു കിടിലൻ വിഭവമാണ് ഞാൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. സാധാരണ ചിക്കൻ്റെ ഒരുപാട് വിഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു അടിപൊളി ഐറ്റം, ഒരു അടാർ ഐറ്റം. പെപ്പർ ആൻഡ് ക്ലൗ റിസോർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മുടെ ഷെഫ്, നമസ്കാരം, രാജേഷേട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന എന്ത് വിഭവമാണ്? കോക്കനട്ട് ചിക്കൻ ഫ്രൈ എന്നാണ്. ഇത് കോക്കനട്ട് ചിക്കന് നമ്മുടെ സവാളയൊക്കെ വറുത്തിട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു ചിക്കൻ ഫ്രൈ ആയിട്ടാണ്. ശരി. പ്രത്യേകിച്ച് ഈ തേങ്ങയൊക്കെ നമ്മുടെ മലയാളികൾക്ക് കേരള നാടെന്ന് പറയുന്ന തേങ്ങയൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണോ ഇങ്ങനെ കോക്കനട്ട് ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റിസോർട്ടിൽ നല്ല രീതിയിൽ പോകുന്ന ഒരു ഐറ്റമാണ് ഇത്. അത് ശരി. ഇപ്പൊ ചേട്ടന്റെ ഏറ്റവും ഇവിടെ വരുന്ന ഈ ആളുകൾ, കസ്റ്റമേഴ്സ് ഇവിടെ വരുന്ന സഞ്ചാരികൾ കൂടുതൽ ആവശ്യപ്പെടുന്ന ഈ ഐറ്റം തന്നെയാണല്ലേ? ഇപ്പൊ നമ്മൾ അതിനകത്ത് എന്തൊക്കെയാണ് ചിക്കനും മറ്റെന്തൊക്കെയാണ് അതിന്റെ ചേരുവകൾ? ഇത് ജിഞ്ചർ ഗാർലിക്, കോരിയൻഡർ, ചാട്ട് മസാല എന്ന് പറഞ്ഞാൽ മാംഗോ പൗഡർ ഉണ്ടാക്കുന്ന സാധനമാണ്. അത് ശരി. പിന്നെ സാധാരണ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പൊടിയാണല്ലേ ചേർത്തിട്ടുള്ള പൊടിയാണ്. ഇത് മുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി, തേങ്ങ മുറിച്ച് തേങ്ങ കൊത്താണ് ഇങ്ങനെ മുറിച്ച് അടിപൊളി സാധനം. പിന്നെ ചിക്കൻ ഉണ്ട്, ഇവിടെ കുറച്ച് എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങുമല്ലേ? എനിക്ക് പൊളിക്കാം. ശരി, എങ്കിൽ പിന്നെ ഒരു കിടിലം ഐറ്റം തന്നെ ചെയ്തേക്കാം. എങ്കിൽ പിന്നെ തീ കൊടുത്താലേ? ഓക്കെ, അപ്പോൾ കത്തിക്കാം. അതല്ലേ കത്തിക്കുന്നേ? ഓക്കെ, എങ്കിൽ പിന്നെ കത്തട്ടെ. അങ്ങനെ കത്തട്ടെ. ബർണർ വെച്ചു. അപ്പോൾ ചേട്ടാ, നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കണം. എണ്ണ ചൂടാക്കണം അല്ലേ? അപ്പം നമ്മൾ ആദ്യം എണ്ണയാണ് ചൂടാക്കുന്നത്. ഇതിപ്പോൾ എത്ര കിലോ ചിക്കൻ ഉണ്ട്? ഇതൊരു ഏകദേശം ഒരു 3/4 കിലോ ചിക്കൻ ഉണ്ട്. പെപ്പർ ആൻഡ് ഗ്ലോവിന്റെ പൗഡറാണ്. ശരി. നമ്മുടെ പെപ്പർ ആൻഡ് ഗ്ലോവ് എന്ന നമ്മുടെ റെസ്റ്റോറൻറ്റിലെ അതേ സാധനം തന്നെയല്ലേ? ഇപ്പം നമ്മൾ ഇവിടുത്തെ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത കുരുമുളക്. എന്റെ വകയായിട്ട് ഇത്തിരി ഇത് കൂടിപ്പേര് കുഴപ്പമൊന്നുമില്ലല്ലേ? ഇത്തിരി കൂടുന്നല്ലേ ഉള്ളു. ഇനി ഇവിടെ എന്ത് ഈ സാധനം? ഇതിനെ കൂടെ ഇനി വേറെ ചേരുവകൾ ചേർക്കണം. ഇത് മുളക് ഇടുമല്ലേ? മുളക് പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി, ശകലം. ഇത്ര മതിയോ? ഇത്തിരൂടെ മതി. അടുത്ത എന്താ? പിന്നെ നമുക്ക് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പുണ്ടോന്ന് ഉപ്പ് ആവശ്യത്തിനിട്ടാണ്. ചാട്ട് മസാല ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ആവശ്യമാണ്. ഇനി നമ്മൾ കുഴക്കി നമുക്ക് കുറച്ച് നാരങ്ങ നീര് വേണമല്ലേ? ഇവിടെ ഇതിൻ്റെ കൂടെ ഈ പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ റെസ്റ്റോറൻറ്റിൽ? ഈ വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടി നമുക്ക് ടെൻ്റുള്ള വീടൊക്കെ ഉണ്ടല്ലേ? ടെൻ്റൊക്കെ വീടുണ്ട്, 2 പേര് താമസിക്കാൻ പറ്റുന്ന. പിന്നെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോൾ അവർക്കുള്ള വിറക് വെച്ചിട്ട് വൃത്തിയാക്കി. ശരി, എല്ലാം ചെയ്യുന്നുണ്ട്. കൊള്ളാല്ല സാധനം. ചൂടായതിനു ശേഷം നമ്മളതിൽ ചിക്കൻ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കൂല്ലേ? ഇത് എത്ര നേരം ഇരിക്കണം? ഇത് 10 മിനിറ്റ് നമ്മൾ ഇടയിൽ വെക്കുമ്പോഴത്തേക്ക് ഇത് അതെന്താ സാധനം? ഇത് ജിഞ്ചറും ഗാർലിക്കുമാണ്. ഇനി നമ്മൾ അതിൽ ഇടുമല്ലേ? സ്പൂൺ വേണോ? വേണ്ട. ജിഞ്ചറും ഗാർലിക്കുമാണ്. നല്ല ഇളക്കി വെക്കുമല്ലേ? അപ്പൊ ശരിക്കും ഇതിനകത്ത് വെള്ളമൊക്കെ നല്ലപോലെ ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞ് വറക്കാനൊക്കെ ഉണ്ട് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ജലാംശമൊക്കെ നമുക്കിത് ഒരു നല്ലൊരു ഫ്രൈ ഐറ്റമാണ്. നമ്മുടെ ചിക്കൻ 65 ഒക്കെ പോലെ നല്ലൊരു ഐറ്റമാണിത്. അല്ല, ഇതിനെങ്ങനെ ഈ കോക്കനട്ട് ചിക്കൻ കോക്കനട്ട് ഫ്രൈ എന്ന് പേര് വന്നേ? നമ്മൾ ഇതിൽ ചിക്കൻ കോക്കനട്ട് ഫ്രൈ എന്ന് പേര് വരാൻ കാരണം നമ്മൾ ചിക്കൻ വറുത്തിട്ട് നമ്മുടെ ഈ കോക്കനട്ടും ഒണിയനും നല്ല ബ്രൗണിഷ് വറുത്തിട്ട് നമ്മൾ ഇറച്ചിക്കകത്ത് ഇടുന്ന പോലെ നമ്മൾ ബിരിയാണിക്ക് എങ്ങനെയാണ് നമ്മൾ ഇടുന്നത് ഗാർണിഷ് ചെയ്യുന്നത് അതുപോലെയാണ് ഇതിന്റെ കോക്കനട്ടൊക്കെ ഇട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓ, അപ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും നമ്മൾ ഇറച്ചിക്കറിക്ക് അതൊക്കെ ഇതുപോലെ നല്ല വറുത്ത് സാധനം ഇടുമ്പം അങ്ങനെയാണ്. ഇറച്ചിക്കറി മീൻസ് ബീഫിനകത്തൊക്കെ ഇത് എൻ്റെ സ്വന്തം ഡിഷാണ്. വേറെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അത് കേട്ടല്ലോ, നമ്മുടെ ചേട്ടൻ രാജേഷ് ചേട്ടൻ
തനിയെ ഗവേഷണം നടത്തി ഇദ്ദേഹം മാത്രം വികസിപ്പിച്ചെടുത്ത ഒരു പ്രത്യേകതരം ഡിഷാണ് ഇത്. എല്ലാവർക്കും ഇനി അനുകരിക്കാവുന്നതാണ്, എല്ലാവർക്കും പാചകം ചെയ്യാവുന്നതാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം അതിനകത്ത് എണ്ണയൊക്കെ നല്ല ചൂടായി വരുന്നുണ്ട്, ഇടുന്ന ഐറ്റംസൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നമുക്കിത് ബോൺലെസ് എടുക്കാം, വിത്ത് ബോൺ എടുക്കാം, അത് കുഴപ്പമില്ല. കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം, വലിയ പീസാക്കരുത്. വലിയ പീസാക്കരുതില്ലേ? ഓ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചെറിയ പീസാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് കുഞ്ഞു പീസായിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് മുരിഞ്ഞു വരാനൊക്കെ ഉണ്ടല്ലേ? നല്ലതായിരിക്കും. നല്ല വെളിച്ചെണ്ണയിൽ അത് ഇട്ട് വറക്കുന്നതിൻ്റെ ആ ഒരു നല്ല മണം അടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ഒത്തിരി സാധനം യൂസ് ചെയ്യാം. അതൊക്കെ ആണെങ്കിൽ അല്ലേ? ഒരുപക്ഷെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വന്നാലേ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടും. നമുക്കിപ്പോൾ ചിക്കൻ ഫ്രൈ മേടിക്കുവാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കാണും. ഈ ചേരുവയൊക്കെ വരുമ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി എടുക്കാം. അത് ശരിയാ. ഇതിപ്പോൾ നമുക്കൊരു 3/4 കിലോ സാധനമുണ്ടല്ലോ, ഇത് നമുക്ക് എത്ര പേർക്ക് കഴിക്കാൻ പറ്റും? നോർമലി നമ്മളൊരു ഇത് 3/4 കിലോ സാധനം നമുക്കൊരു 4 പേർക്ക് കഴിക്കാൻ പറ്റുമല്ലേ? പെപ്പർ ആൻഡ് ക്ലൗ എന്ന ഈ സ്ഥാപനവും ഒരുപക്ഷെ രാജേഷേട്ടൻ്റെ ഈ ഒരു ഒറ്റ കുക്കിങ്ങിലൂടെ പ്രശസ്തമാകട്ടെ. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന സഞ്ചാരികൾക്കൊക്കെ അത് ഏറെ പ്രിയമാവട്ടെ. കാരണം നമ്മൾ ഒരു ശരിക്കും ഈ റെസ്റ്റോറൻ്റൊക്കെ ഒരു കുന്നിൻ്റെ മുകളിലാണ്, താഴെ നിന്നൊക്കെ നടന്നു വരാനൊക്കെ അതെങ്കിൽ നല്ല ഗംഭീരമാണ്. ഇതിപ്പം ഒരു ശരിക്കും എന്ന് പറയുന്ന ഒരു കാപ്പിപ്പൊടി കളറൊക്കെ ആയി വരുന്നുണ്ടല്ലേ? അതെ. ഇതിൽ കളറ് കൂടുതൽ വരാത്ത കാരണം എന്നത് എല്ലാ സ്ഥലത്തും കളർ പൊടിയും അതൊക്കെ ചേർക്കാറുണ്ട്. ഞാൻ എൻ്റെ കുക്കിങ്ങിൽ ഞാൻ ചെയ്യുന്ന ഒരു സാധനത്തിനും കളർ പൊടിയോ കാര്യങ്ങളോ മായങ്ങളോ ഞാൻ ഒന്നും ചേർക്കുന്നില്ല. അത് പണ്ട് തൊട്ട് ഞാൻ എവിടെ പോയാലും ഞാൻ അവിടെ തന്നെ പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ചുവന്ന കരിക്കുന്ന കളറൊക്കെ ചേർക്കാം. കളർ പൊടി ഇട്ടിട്ടാണ് ചെയ്യുന്നില്ലേ? അത് ശരിക്കും നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണോ? ഒരു പരിധി വരെ ദോഷമാണ് അല്ലേ? പിന്നെ നമുക്ക് കുറച്ച് കളർ കിട്ടാൻ നമുക്ക് കാശ്മീരി മുളക് പൊടി നമുക്ക് ചേർക്കാം. അതല്ല നമുക്ക് കളർ പൊടി ഞാൻ ചേർക്കാറില്ല എൻ്റെ ഫുഡിൽ. ഞാൻ ഒരിക്കലും ഏത് കെമിക്കൽ കളറൊന്നും ചേർക്കാറില്ല. ഒന്നും ഞാനത് ഉപയോഗിക്കാറില്ല. അജിനോമോട്ടോ ഇങ്ങനത്തെ കളർ പൊടികൾ ഇങ്ങനത്തെ ഒരു ഐറ്റങ്ങൾ ഞാൻ എൻ്റെ ഫുഡിൽ ഞാൻ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഈ ആളുകൾ ഒരു പ്രാവശ്യം ഫുഡ് കഴിക്കുന്നവർ വീണ്ടും 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 രാജേഷേട്ടൻ്റെ ഫുഡ് തേടി വന്നത്. ഗോവയിൽ അങ്ങനെ വന്നെങ്കിൽ തീർച്ചയായിട്ടും നാളുകളിൽ നമ്മുടെ ഈ ആര്യങ്കാവിലെ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിലും വരും. ഈ ഇവിടെ വരുന്ന ആളുകളും പറയും തീർച്ചയായിട്ടും നമുക്ക് ഇന്ന ഫുഡ് മതി. അദ്ദേഹം എനിക്ക് ഉണ്ടാക്കിത്തരുന്ന ആ ഭക്ഷണത്തിൽ ഈ മറ്റ് കളറും ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് കഴിക്കാനും നല്ലതാണ്, കഴിച്ചാൽ നമുക്ക് ശരീരത്തിന് നല്ലതാണെന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രേഡ് സീക്രട്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പിന്നെ ശരിക്കും ഈ പാചകത്തിൽ രാജേഷേട്ടൻ്റെ ഗുരു ആരാ? പാചകത്തിൽ എൻ്റെ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോംബെയിൽ ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ കുക്കിംഗ് പഠിക്കുന്നത്. അവിടെ എന്ത് ജോലിയായിട്ട് പോയതാ? ഞാൻ അവിടെ ഒരു ഷിപ്പിലേക്ക് പോയതാണ്, പക്ഷെ അവിടെ പോയി ഫെയിലിയർ ആയിപ്പോയി. പിന്നെ രാധാകൃഷ്ണ ഹോസ്പിറ്റാലിറ്റി സർവീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു കമ്പനിയാണ് ജോയിൻ ചെയ്തത്. അവിടെ ആദ്യം ആസ്റ്റൽ കുക്കായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇപ്പോൾ കുക്കിംഗ് പഠിച്ചിട്ടാണ് പോകുന്നത്? അല്ല, അതെ കുക്കിംഗ് പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയതിനു ശേഷം പീറ്റർ ഡിക്രൂസ എന്ന് പറഞ്ഞ ഒരു ഷെഫിനാണ് എനിക്ക് കിട്ടിയത്. അദ്ദേഹത്തിന്റെ പേരൊന്നുകൂടെ പറയാനും കേൾക്കട്ടെ. പീറ്റർ ഡിക്രൂസ. അങ്ങനെ പീറ്റർ ഡിക്രൂസ എന്ന ഗുരുനാഥനിൽ നിന്നും പഠിച്ച ചില മർമ്മവിദ്യകളും അടവ് വിദ്യകളും പയറ്റിത്തെളിഞ്ഞ രാജേഷേട്ടൻ്റെ ഒരു ഗംഭീര ഐറ്റം കോരിയെടുക്കാൻ പോവുകയാണ്. അങ്ങനെ പീറ്റർ ഡിക്രൂസയിൽ നിന്നും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഈ നല്ലപോലെ വന്നിട്ടുണ്ട്. ഒന്നൊന്ന് പിടിക്കുന്നു. ഈ നല്ലപോലെ ബ്രൗണായി ഈ പരുവത്തിൽ നമുക്ക് എടുക്കണം. ഇനി നമ്മൾ നേരെ അടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതെ. അപ്പോൾ അവിടെ നമ്മൾ പീറ്റർ ഡിക്രൂസയിൽ നിന്നാണ് ഇത് പഠിച്ചു തുടങ്ങിയല്ലേ? അതെ, ഞാൻ കുക്കിംഗ് പഠിച്ചു. അടിയൊക്കെ കിട്ടിയിട്ടുണ്ടോ? അവിടെ കുറച്ചിലൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടം. എടാ ഇങ്ങനെ ചെയ്യടാ എന്നൊക്കെ പറയുമല്ലയോ? ഞാൻ എത്ര പറഞ്ഞാലും നീ കേൾക്കുന്നത്. അത് നല്ല മര്യാദക്കാരനായ സ്റ്റുഡൻ്റ് ആയിരുന്നു. അത്യാവശ്യം വടക്കൊക്കെ പറയും അല്ലേ? പക്ഷെ നമ്മള് പുള്ളി ഏത് രാജ്യക്കാരനാ? അല്ല, ഏത് സംസ്ഥാനത്തുള്ള? പുള്ളി ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരുകാരനാണ്. അന്നേരം പുള്ളിക്ക് നല്ല പ്രായം ഉണ്ടായിരുന്നു. അതുപോലെ. ഓ, അത് ശരി.
അപ്പോൾ നമ്മൾ അന്നേരം 23 വയസ്സ് എനിക്കുള്ള നല്ല കിളുന്ന് പ്രായം. ശരിക്കും പറഞ്ഞാൽ ഈ മീശയൊക്കെ പൊട്ടി 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 മുളച്ചു വരുന്ന പ്രായമല്ലേ? ആ സമയത്ത് പൊടി മീശ കിളിക്കുന്ന പ്രായം എന്നൊക്കെ പറയുന്ന പോലെ ആ പ്രായത്തിലാണ് നമ്മുടെ ഡിക്രൂസ ചേട്ടന്റെ അടുത്ത് ചെന്ന് നമുക്ക് ഒരു ഗ്രേവി വേണം ഇതിന്റെ കൂടെ, ഒരു ഫ്രൈ ഐറ്റമാണ്. നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ചോദിക്കുന്നു, ചിക്കൻ 65 ചോദിക്കുന്നു, അതുപോലെ ഒരു ഫ്രൈ ഐറ്റമാണ്. ഓ അത് ശരി. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇത്രയും നാളും നമ്മൾ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ചിക്കൻ ഫ്രൈകളിൽ ഒരുപക്ഷെ ചിക്കൻ ഫ്രൈകളുടെ തമ്പുരാൻ എന്നൊക്കെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം അതുപോലെ തേങ്ങ കൊത്തൊക്കെ ഇട്ടുള്ള കോക്കനട്ട് ചിക്കൻ ഫ്രൈ. അപ്പോൾ നമ്മൾ കുറേതായ സാധനം കുറച്ച് 2 മിനിറ്റ് കഴിക്കില്ല ഒന്നുമില്ലേ? ഇത് ഇങ്ങനെ അടച്ചു വെക്കുകയൊന്നും വേണ്ടല്ലേ? അടച്ചു വെക്കണ്ട, കുറച്ച് വരെ. പിന്നെ എണ്ണ നമുക്ക് എത്ര വേണം? എണ്ണ നമുക്ക് വറുക്കാൻ പാകത്തിലുള്ള എണ്ണ മതി. അരക്കിലോ എണ്ണയായാലും കുറെ എണ്ണ കൊടുത്തെങ്കിൽ ഒന്നിച്ച് നമുക്ക് വറക്കാമായിരുന്നു. ഫാൻസ് നമ്മുടെ ചെറുതായി പോയി, അതുകൊണ്ടാണ് എണ്ണ കുറച്ച്. അപ്പോൾ ഇതുപോലെ വലിയ പാനാണെങ്കിൽ നമുക്ക് ട്രിപ്പിൽ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനുശേഷം പിന്നെ ഈ പറയുന്ന ഈ കുരുമുളകും ഈ ഗ്രാമ്പും പൊടിച്ച് മിക്സി പൊടി, പിന്നെ നമ്മുടെ ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഇളക്കി നല്ല ആ വെള്ളമൊക്കെ കളഞ്ഞ് 5 മിനിറ്റ് അത് പിടിക്കാൻ വേണ്ടി വയ്ക്കുക. അതിനുശേഷം എണ്ണയൊക്കെ ചൂടാകുമ്പോഴത്തേക്ക് ഈ സാധനം എടുക്കുക, അതിനോട് തട്ടുക. എന്നിട്ടാണ് ഇതിൻ്റെ അവസാനമാണ് നമ്മുടെ കോക്കനട്ടിൻ്റെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സാധനം വെച്ചിട്ടുള്ള ഒരു കിടിലം ഐറ്റം. അത് നമ്മളിപ്പം പുറത്ത് പറയത്തില്ലല്ലേ? അതുകൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക്. 5 മിനിറ്റ് കൊണ്ട് എല്ലാവരും കാണും. ഇപ്പോൾ ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു പാകം ചെയ്തെടുക്കാൻ നമുക്ക് എത്ര സമയം എടുക്കും? ഇത് നമുക്ക് മാക്സിമം ഒത്തിരി സമയമൊന്നും എടുക്കില്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഡിഷ് കൊടുക്കാൻ പറ്റില്ലേ? ഓക്കെ. ഇപ്പോൾ ഇത് മുരിഞ്ഞ് വരുന്നൊരു സമയത്തിൻ്റെ ഇതേ ഉള്ളൂ. ഇതൊക്കെ ശരിക്കും ഒരു നമ്മൾ ഗസ്റ്റൊക്കെ വന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് ചടപടാന്ന് എല്ലാം എടുത്ത് സെറ്റ് ആക്കാൻ പറ്റുന്നൊരു ചെയ്യാൻ പറ്റും. നമുക്ക് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റവ് അല്ലല്ലോ, നമുക്ക് 6-7 സ്റ്റവ് കാണും. ഓരോ ഐറ്റം ഓരോ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് മുരിഞ്ഞ് വരണം, എന്നാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നന്നായിട്ട് മുരിയണം അല്ലേ? ഇപ്പോൾ ഇതൊക്കെ തന്നെ മുരിയണ്ട, എന്നാലും ഒത്തിരി കട്ടിയാണ്ട്, എന്നാലും ഒരുമാതിരി മുരിയണം. ഏകദേശം ഇതും കൂടെ ആയില്ലേ? നമുക്ക് ഇതിന് ബന്ധം നോക്കി എടുത്ത് കൈ കൊണ്ട് ഞെക്കി നോക്കാൻ പറ്റുമോ? പറ്റുമല്ലേ? നെക്ക് നോക്കാൻ പറ്റുമ്പോൾ നമുക്ക് ഇതിൽ ഇങ്ങനെ നെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളമോ എന്തെങ്കിലും വന്നില്ലെന്നാണ്. ആണല്ലേ? വേഗമാണെങ്കിൽ നമുക്ക് അതിൽ വെച്ച് വെള്ളമോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ ഇത് നമുക്ക് അതൊക്കെ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് നോക്കാനേ പറ്റുമല്ലേ? ശരിക്കും മുരിഞ്ഞോ? ഇല്ലല്ലോ. മുരിയാറായി. അപ്പം ഇതൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്ക് എടുക്കാം. പരിപാടി ഞാൻ പിടിച്ചുതരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ശരിക്കും രണ്ടാമത്തെ ഘട്ടം മുരിഞ്ഞ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഒന്നാം ഘട്ടം നമ്മൾ പൂർവാധികം ഭംഗിയായി വിജയിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് ഈ കോക്കനട്ട്. നമുക്ക് കോക്കനട്ട് ചെറുതായിട്ട് കോക്കനട്ട് നമുക്ക് ഒത്തിരി വറുക്കണ്ട, എന്നാലും പച്ചയായിട്ട് ഇരിക്കണ്ട, മീഡിയം പരുവത്തിൽ വറുത്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇടും. അത് നമുക്ക് രണ്ടാമത് നമുക്ക് ഇടാം. അപ്പോൾ അത് വറുത്തെടുത്തതിന് ശേഷം അല്ലേ നമ്മളെല്ലാം ഇതിനകത്ത് ചേർക്കാൻ പോവുകയാണ്. വറുക്കുന്നതെല്ലാം നമ്മൾ അതിനകത്ത് ചേർക്കാൻ പോകണം. ഈ ഐറ്റംസ് ഇങ്ങനെ എപ്പോഴാണ് ചേർക്കുന്നേ? അത് ലാസ്റ്റ് നമ്മൾ ഗാർണിഷിനാണ്. അപ്പോൾ എന്തായാലും ഈ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ശരിക്കും ഈ തേങ്ങ മൂപ്പിച്ചെടുക്കുന്നത് അല്ലേ? ഇത് വറുത്തെടുക്കുമെന്ന് പറയാൻ പറ്റത്തില്ല, എണ്ണയിലിടുന്ന് മൂപ്പിക്കുക. പിന്നെ മൂപ്പ് എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലേ? ഇത് നമ്മളിത് ഈ കൊട്ടത്തേങ്ങയാണ് ഉപയോഗിക്കുന്നത് അതോ അല്ലാത്ത സാധാരണ തേങ്ങയാണ്? കൊട്ടത്തേങ്ങയും ഉപയോഗിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഏത് തേങ്ങയായാലും നമുക്ക് ഉപയോഗിക്കാം. കരിക്ക് ഉപയോഗിക്കുന്നേ ഉള്ളൂ അല്ലേ? കരിക്ക് ഇത്ര മതി. ഇതിനെന്ത് ചെയ്യും? എല്ലാം ഇതിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും ഈ പരുവത്തിന് ഒന്ന് വാടി വന്നാൽ മതി. ഒന്ന്
ഇവിടെ വന്നിട്ട് ഞാൻ ഉണ്ടാക്കിക്കൊടുത്ത സാധനങ്ങളിൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരായിട്ട് ഐറ്റം ഇതല്ലേ? അപ്പം ഈ അവരുടെയൊക്കെ ഫ്രണ്ട്സൊക്കെ വീണ്ടും പോയിട്ട് തിരിച്ചുകൂടെ വരുമ്പം അവർ പറയാറുണ്ടോ ഇന്ന ഐറ്റം മതി എന്ന് പറയാറുണ്ടോ? പറയാറുണ്ട്. അവർ തന്നെ നമ്മളെ വിളിച്ച് പറയാറുണ്ട് അവർക്ക് ഈ ഐറ്റം ഉണ്ടാക്കി കൊടുക്കണമെന്നല്ലേ അവർ പറയാറുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കോക്കനട്ട് ഫ്രൈ അതിൻ്റെ നമുക്ക് ഈ അവസാന ഘട്ടത്തിലേക്ക് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ? അപ്പം ഇങ്ങനെ ഇളക്കിയിട്ടിട്ടേ എന്നിട്ട് നമുക്ക് കൈയൊക്കെ വെച്ച് ഇളക്കി മറിച്ച് എടുക്കുകയൊക്കെ ചെയ്യോ സവാള? നല്ല രസമായിരിക്കും. ഇടുമ്പോൾ നമുക്ക് ഇപ്പം ഇടാം, ഇപ്പോഴും ആണെങ്കിൽ കുഴപ്പമില്ല. എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിപ്പോൾ എത്ര സവാള നമ്മൾ എടുക്കുന്നതിനകത്ത്? ഇതിനകത്ത് ഒരു 3 സവാളയാണ് ഞാൻ കട്ട് ചെയ്തത് 3/4 കിലോയ്ക്ക്. നമുക്ക് കൂടുതലോ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇടാം. അല്ലേ? ഒരു 3 സവാളയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തത്. ഇത് നല്ലപോലെ നമ്മുടെ ബിരിയാണിക്ക് വറുക്കുന്ന പോലെ വറുത്തെടുക്കണം അല്ലേ? ബ്രൗൺ കളറായിട്ട് വരണം. അപ്പം ചിക്കൻ വറക്കുന്നു, അതേ എണ്ണയിൽ തന്നെ തേങ്ങ വറക്കുന്നു, അതേ എണ്ണയിൽ തന്നെ സവോളയും വറക്കുന്നു അല്ലേ? എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായി റെഡിയായി വരുന്ന സമയത്താണ് അതിൽ നിന്ന് കോരി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ചിക്കനിലേക്ക് മാറ്റുന്നു, അതിൻ്റെ പുറത്തെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പൊടിക്കൈ പ്രയോഗമുണ്ട്, അറ്റ കൈ പ്രയോഗം അല്ലേ? ഇതിപ്പം ശരിക്കും നല്ല വലിയ പാനാണെങ്കിൽ നമുക്ക് ഇതെല്ലാം ഒറ്റ വലിയ ഫാനാണെങ്കിൽ നമുക്ക് ഇതിന് മുമ്പ് ഇത് ചെയ്ത് തീർക്കാമായിരുന്നു. ആണല്ലേ? ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? വലിയ സ്റ്റവ് ഉണ്ട്. വലിയ സ്റ്റവിൽ നമ്മൾ പെട്ടെന്ന് ചെയ്ത് തരും. ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാമ്പ് ആയിട്ടാണ് വരുന്നത്. അത് ശരി. 20 പേര് 30 പേര്. അപ്പോൾ അവർക്ക് ഒറ്റ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. പാക്കേജ് ഫുഡ് ഉണ്ട്. ഫുഡിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പാക്കേജ് ഐറ്റം കൊടുക്കുന്നത് 360 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 3 നേരം ഫുഡ്? 3 നേരമല്ല, ഒരു നേരം. ഒരു നേരം എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ബിരിയാണി ചോറുണ്ടാകും, ഒരു ചിക്കൻ കറി ഉണ്ടാകും, പിന്നെ ചിക്കൻ ഫ്രൈയോ പിന്നെ ഫിഷ് ഫ്രൈയോ എന്തെങ്കിലും ഉണ്ടാകും. 2-3 ഐറ്റം നോൺ വെജ് ഉണ്ടാകും. പിന്നെ സാമ്പാർ, പുളിശ്ശേരി ഉണ്ടാകും, പിന്നെ ഒരു സ്വീറ്റ് കൂടെ ഉണ്ടാകും. ഇതെല്ലാം ചേർത്തിട്ടാണ് ഒരു പാക്കേജാണ് നമ്മൾ കൊടുക്കുന്നത്. കുപ്പയാണ്. അപ്പം 10-30 പേരൊക്കെ വരുമ്പോൾ കുപ്പൈ ചെയ്യുമ്പോൾ അവർക്ക്. അപ്പോൾ നമ്മൾ ഈ ശരിക്കും നമ്മുടെ ഇത് വറുത്ത റെഡിയായി നല്ലപോലെ ഇങ്ങനെ ബ്രൗൺ കളർ നമ്മൾ ഈ ഉള്ളി സവാള ഉള്ളി നമ്മൾ ബ്രൗൺ കളറായി. അതെ, ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇതിൻ്റെ മേളിൽ. അതെ. അപ്പം അങ്ങോട്ട് തട്ടിക്കോ. ഇത് സത്യം പറഞ്ഞ ഇങ്ങനെ കറുമുറ തിന്നാനൊക്കെ നല്ല ഇതല്ലയോ? നല്ല ടേസ്റ്റാണ്. ഇത് കറുമുറാന്നേ ഇരിക്കുള്ളൂ, നല്ല ടേസ്റ്റാണിത്. അതിനുശേഷം നമുക്ക് കുറച്ച് വറുത്തിടണം അല്ലേ? കരിവേപ്പിലയും വറുത്തായിടുന്നേ? അതെ, എല്ലാം വറുത്താണ് ഇടുന്നത്. അതിപ്പം മുറുമുറാന്നതും ഒരു ടേസ്റ്റ് ആയിരിക്കും. അത് തന്നെ നമ്മൾ ശരിക്കും ഇപ്പോഴാണ് ഈ കരിവേപ്പില ഇടുമ്പോഴാണ് അതിന് മുഖം കൊണ്ട് വെച്ച് കൊടുക്കണ്ടല്ലേ? നല്ല രസമായിരിക്കും. കുറച്ച് മുരിഞ്ഞ കഴിഞ്ഞതിന് ശേഷം പച്ചപ്പൊക്കെ മാറി കറുത്ത് പോയി ആ പച്ച കളറ് അങ്ങനെ തന്നെ നിൽക്കണം. എടുക്കുമ്പോൾ നല്ല കറുപുറാതിരിക്കുകയും വേണം. അപ്പം നല്ലപോലെ മുരിഞ്ഞു. ആ പച്ച കളർ അങ്ങനെ തന്നെ ഉണ്ട്. അത് നമ്മൾ അത് പിന്നെ തട്ടും. അങ്ങനെ കരിവേപ്പിലയായി, തേങ്ങാക്കൊത്തായി, സവാള വറുത്തതായി. ഇനിയൊന്നുമില്ലല്ലോ. ഇനി ഈ 2 ഐറ്റംസ് നമ്മൾ എന്തിനാ എവിടെ ഇടും? ഇപ്പോൾ വറക്കത്തില്ല, ഇതിന് മേളിലിടും. പച്ചക്കറി. അത് ശരി. ഇത് മല്ലിയിലയാണ്. മല്ലിയില. മല്ലിയില നമ്മൾ ചുമ്മാ വാരി വിതറും. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഇതൊരു നല്ലൊരു ടേസ്റ്റാണ്. അതെന്തൊക്കെയാണ് സാധനം? ഇതിൽ മാംഗോ പൗഡർ ഉണ്ട്, കുമിൻ പൗഡർ ഉണ്ട്, അങ്ങനത്തെ കുറേ ചേർവകളാണ്. ചോക്കല് പുളി ടേസ്റ്റാണ്. അത് ശരി. ഇത് ചാട്ട് മസാല എന്നാണ് പറയുന്നത്. ചാട്ട് മസാല. പിന്നെ സക്കല മുളക് പൊടി. ഇതിടുവോ? പെപ്പർ? ഈ പെപ്പർ ഇല്ലേ? സക്കല മുളക് പൊടി. ഇനി വീണ്ടും നമ്മൾ ചൂടാക്കുമോ? ജസ്റ്റ് ഒന്ന് ഇത് കേട്ടോ, ഒരു മുളക് പൊടി
അത്രയും വേണ്ട. ഇത്രയും മതി. മതി. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് കയറ്റി വെച്ച് ഇതാണ് ഇതിൻ്റെ ക്ലൈമാക്സ് സാധനം. ഇനി നമ്മളിതിന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആഹാ, അടിപൊളി. ഇതാണ് ചിക്കൻ കോക്കനട്ട് ഫ്രൈ. അങ്ങനെ നമ്മുടെ രാജേഷ് ഏട്ടൻ മാത്രം വികസിപ്പിച്ചെടുത്ത ചിക്കൻ കോക്കനട്ട് ഫ്രൈ ഇതാ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇപ്പോൾ റെഡിയായോ ചേട്ടാ? റെഡിയായി. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ പാത്രത്തിലേക്ക് മാറ്റുന്ന ഒരു സീനാണ്. ഞാൻ പിടിച്ചോളാം, തട്ടിട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇതിനകത്ത് അങ്ങനെ അങ്ങനെ നമ്മുടെ ഈ ചിക്കൻ കോക്കനട്ട് ഫ്രൈ റെഡിയാണ്. ഇനി ഒന്ന് കഴിച്ചു നോക്കട്ടെ. തേങ്ങ ഉണ്ട് കടിക്കാം. ചേട്ടാ, ഇതിങ്ങനെ ഒരു ഹോം ഉണ്ടാക്കണം എന്ന് എപ്പോഴാണ് തോന്നുന്നുണ്ടായേ? ഞാൻ പലവട്ടം ഇത് ഞാൻ ശ്രമിച്ചു നോക്കിയതാണ്. ശ്രമിച്ച് നോക്കിയിട്ട് 1-2 പ്രാവശ്യം ചെയ്തതിന് ശേഷമാണ് ശരിയായത്. നല്ല ഈ മല്ലിയിലേക്ക് ഇട്ടുകൊണ്ടാന്ന് തോന്നുന്നു. നല്ല മല്ലിയുടെയൊക്കെ ഒരു നല്ല മണമുണ്ട്. എനിക്ക് അത്ര വലിയ ഈ എരിവില്ല. നമുക്ക് എരിവ് വേണമെങ്കിൽ കുരുമുളകൊക്കെ അങ്ങനെ നമ്മുടെ രാജേഷേട്ടൻ്റെ ഈ കോക്കനട്ട് ചിക്കൻ, അത് പറയുമ്പോൾ എപ്പോഴും തെറ്റിപ്പോകണമെന്ന് ഒന്നുകൂടെ ആദ്യം പോലെ പറയാം. നമ്മുടെ രാജേഷേട്ടൻ റെഡിയാക്കിയ ചിക്കൻ കോക്കനട്ട് ഫ്രൈ ഒരു രക്ഷയില്ല, അടിപൊളി സാധനമാണ്. ഇത് കഴിക്കുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റാണ്. ഒരുപക്ഷെ ഇതുവരെ നമ്മൾ കഴിച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ആണ് നമ്മുടെ രാജേഷേട്ടൻ നമുക്ക് വേണ്ടി തയ്യാറാക്കിയത്. തീർച്ചയായിട്ടും ഇത് ഈ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. രാജേഷേട്ടാ, അഭിനന്ദനങ്ങൾ. ഇനിയും ഇതുപോലെ ഗംഭീരമായ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരണം. അങ്ങനെ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ചിക്കൻ കോക്കനട്ട് ഫ്രൈ എല്ലാ പ്രേക്ഷകർക്കും കൂടുതൽ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലെയുള്ള ഒരു കിടിലൻ ആടാർ ഐറ്റവുമായി ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ, ടാറ്റാ. തനതിന്ദ താനാ ദിന്ദ താനാ ദിന്ദ തിന്തിന്നോ തനതിന്ദ